കലാശക്കൊട്ട് കഴിഞ്ഞു. ഇനി ബൂത്തിലേക്ക്. മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചു. സംസ്ഥാനത്തെ എല്ലാ ഭാഗത്തും ആവേശത്തിലാണ് മുന്നണികൾ കലാശക്കൊട്ടിൽ അണിനിരന്നത്. പല സ്ഥലങ്ങളും കലാശക്കൊട്ടിനിടെ സംഘർഷവും ഉണ്ടായി. തിരുവനന്തപുരത്ത് എ കെ ആന്റണി പങ്കെടുത്ത റോഡ് ഷോ തടസ്സപ്പെട്ടു. ഇടുക്കിയിലും വടകരയിലും LDF പ്രവർത്തകരും UDF പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. കണ്ണൂർ മട്ടന്നൂരിൽ LDF UDF പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായതിനെ തുടർന്ന് പോലീസ് ഗ്രനേഡ് പ്രയോഗിച്ചു. 6 പേർക്ക് സംഘർഷത്തിൽ പരിക്കേറ്റു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് കെ സജീഷ്, കോഴിക്കോട് നിന്ന് KR സാജു എന്നിവർ ചേരുന്നു. ആദ്യം സാജുവിലേക്ക്. സാജു, തെക്കൻ കേരളത്തെ അപേക്ഷിച്ച് വടക്കൻ കേരളത്തിലായിരുന്നു കലാശക്കൊട്ടിന് ആവേശവും കൂടുതൽ സംഘർഷം ഉണ്ടായതും. വടകര, കണ്ണൂർ തുടങ്ങിയ സ്ഥലങ്ങളിലുണ്ടായ സംഘർഷങ്ങളുടെ വിശദാംശങ്ങൾ എന്താണ്? അഷ്റഫ്, കഴിഞ്ഞ ഒരു മാസം കാലം നീണ്ടുനിന്ന പ്രചരണത്തിൻ്റെ പരിസമാപ്തിയെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം വലിയ ശക്തി പ്രകടനമാക്കി മാറ്റുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രചരണത്തിൻ്റെ അവസാന മണിക്കൂറുകളിൽ എല്ലാ ചെറു പട്ടണങ്ങളിലും കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള പ്രകടനങ്ങളും റോഡ് ഷോകളുമായിരുന്നു മുന്നണികൾ നടത്തിയത്. സ്ഥാനാർത്ഥികൾ കൂടി പങ്കെടുത്ത റോഡ് ഷോയിൽ പരമാവധി പ്രവർത്തകരെ എത്തിക്കാൻ മുന്നണികൾക്ക് കഴിയുകയും ചെയ്തു. ഇതോടുകൂടി വലിയ കൊട്ടിക്കലാശമാക്കി തന്നെ മാറ്റാൻ, വലിയ അതിഗംഭീരമാക്കി മാറ്റാൻ മുന്നണികൾക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കടുത്ത മത്സരങ്ങൾ നടക്കുന്ന വടക്കൻ കേരളത്തിലെ മണ്ഡലങ്ങളിൽ പ്രചരണത്തിൻ്റെ കൊട്ടിക്കലാശവും വീറും വാശിയും നിറഞ്ഞതായിരുന്നു. അത് പലപ്പോഴും സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുകയും ചെയ്തു. വടകര മണ്ഡലത്തിൽ 3ഇടത്താണ് സംഘർഷമുണ്ടായത്. വടകര വില്യാപ്പള്ളിയിലും കുറ്റ്യാടിയിലും അതുപോലെ തന്നെ പേരാമ്പ്ര വല്യംകോട്ടും സംഘർഷമുണ്ടായി. ഈ സംഘർഷങ്ങളിലെല്ലാം തന്നെ UDF LDF പ്രവർത്തകർ തമ്മിൽ കല്ലേറുണ്ടാകുകയും വില്യാപ്പള്ളിയിൽ പോലീസിന് കണ്ണീർ വാതകം പ്രയോഗിക്കേണ്ടിയും വരുന്നു. കാസർഗോഡ് ഉദുമ മണ്ഡലത്തിലും LDF UDF പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി. ഒപ്പം കണ്ണൂരിൽ നിന്നും അത്തരം റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പാലക്കാട് മണ്ണാർക്കാടും UDF LDF പ്രവർത്തകർ തമ്മിൽ സംഘർഷം ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ പ്രചരണത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് പോയപ്പോഴേക്കും വീറും വാശിയും നേരിയ തോതിലുള്ള സംഘർഷങ്ങൾക്ക് പലയിടങ്ങളിലേക്ക് നയിച്ചു. കോഴിക്കോട് മണ്ഡലത്തിലേക്ക് പോയാൽ കോഴിക്കോട് നഗരത്തിൽ പാളയത്തായിരുന്നു പ്രചരണത്തിൻ്റെ കലാശക്കൊട്ടുണ്ടായിരുന്നത്. അവിടെയും പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഒപ്പം പുത്തൂർ മഠത്തും പെരുമണ്ണയ്ക്കടുത്തുള്ള പുത്തൂർ മഠത്തും UDF LDF പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായി. ഒപ്പം ഏറ്റവും അവസാനം ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിൻ്റെ വാഹനത്തിന് നേരെ അക്രമമുണ്ടായതായുള്ള റിപ്പോർട്ടുകളും ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നു. ഇത്തരത്തിൽ കലാശക്കൊട്ടിലേക്ക് എത്തുമ്പോൾ പ്രവർത്തകർ തമ്മിലുള്ള ആത്മനിയന്ത്രണം പലയിടങ്ങളിലും വിട്ടുപോകുന്നു എന്നുള്ളതാണ് വസ്തുത. അഷ്റഫ്, സാജു, തിരിച്ചെത്താം. തിരുവനന്തപുരത്ത് നിന്ന് കെ സജീഷ് ഉണ്ട്. കെ സജീഷ്, തെക്കൻ കേരളത്തിലെ പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശം എങ്ങനെ നടന്നു? എ കെ ആന്റണി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ റോഡ് ഷോ തടഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകളുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ എന്താ? അഷഫ, തീർച്ചയായിട്ടും തെക്കൻ കേരളത്തിലും വീറും വാശി നിറഞ്ഞ കുട്ടിക്കലാശമാണ് നടന്നത്. തെക്കൻ കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഒരുപക്ഷെ വളരെ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങൾ ഒട്ടേറെയുണ്ട്. അതുകൊണ്ട് ആ വാശിയും വീറും എല്ലാം തന്നെ കുട്ടിക്കലാശത്തിലും ഉണ്ടായിരുന്നു. 2 മണിക്ക് ആരംഭിച്ച കുട്ടിക്കലാശമാണ് കൃത്യം 6 മണിയോട് അവസാനിച്ചത്. പക്ഷേ പലയിടത്തും ഏതാണ്ട് നേരിയ തോതിലെങ്കിലും ചില സംഘർഷങ്ങൾ ഉണ്ടായതൊന്നും നമുക്ക് കാണേണ്ടി വരും. തിരുവനന്തപുരത്താണ് പ്രധാനമായും സംഘർഷങ്ങൾ ഉണ്ടായത്. അതിലൊന്ന് തിരുവനന്തപുരത്ത് വേളിയിൽ എ കെ ആന്റണിയുടെ റോഡ് ഷോ LDF പ്രവർത്തകർ തടഞ്ഞു എന്നൊരു ആരോപണമായിരുന്നു. ഇതിനെ തുടർന്ന് റോഡ് ഷോ തടസ്സപ്പെടുകയും എ കെ ആന്റണിക്ക് റോഡ് ഷോയിൽ നിന്ന് ഇറങ്ങി നടക്കേണ്ടി വരികയും ചെയ്തു. പ്രകോപനപരമായിട്ട് LDF പ്രവർത്തകർ ഇതുവഴി വരികയും റോഡ് ഷോ തടയുകയും ചെയ്തു എന്നാണ് UDFിൻ്റെ ആരോപണം. പക്ഷേ LDF ഇത് നിഷേധിച്ചിട്ടുണ്ട്. കാരണം ഒരു ഇടുങ്ങിയ വഴിയിലൂടെയാണ് എ കെ ആന്റണിയുടെ റോഡ് ഷോ വന്നത്. എതിർവശത്തു കൂടി LDFിൻ്റെയും റോഡ് ഷോ വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അത് തടസ്സപ്പെടുകയാണ് ഉണ്ടായതെന്നാണ് LDFിൻ്റെ വാദം. ഏതായാലും അല്പസമയത്തിനകം അത് പിന്നീട് പൂർവ്വസ്ഥിതിയിലാക്കുകയും ചെയ്തിട്ടുണ്ട്. കഴക്കൂട്ടത്ത് ഇതുപോലെ തന്നെ LDFിൻ്റെയും BJPയുടെയും സംഘർഷമുണ്ടായിട്ട് വർക്കലയിലാണ് നേരത്തെ വലിയ തോതിൽ പോലീസ് ലാത്തിച്ചാർജ് ഉണ്ടായത്. വർക്കലയിൽ ഏതാണ്ട് 4:50 കൂടി തന്നെ LDFിൻ്റെയും BJPയുടെയും പ്രവർത്തകർ തമ്മിൽ വർക്കല ടൗണിൽ കലാശക്കൊട്ടിനിടെ ഏറ്റുമുട്ടി. ഇത് പിരിച്ചുവിടാൻ പോലീസ് ലാത്തിച്ചാർജ് വെച്ച് ഇതിനോടൊപ്പം തന്നെ UDF പ്രവർത്തകർക്ക് നേരെയും വലിയ തോതിൽ ലാത്തിച്ചാർജ് പോലീസിൻ്റെ ഭാഗത്തുണ്ടായി. ഇതേ തുടർന്ന് 5 മണിയോടുകൂടി തന്നെ കലാശക്കൊട്ട് അവസാനിപ്പിക്കാൻ പോലീസ് നിർദ്ദേശം നൽകിയായിരുന്നു. എന്നാൽ പിന്നീടും പിരിഞ്ഞു പോകാത്ത പ്രവർത്തകരെ ലാത്തിച്ചാർജ് ചെയ്ത് പോലീസ് നീക്കുകയായിരുന്നു. ഇതിനെ പ്രതിഷേധിച്ചുകൊണ്ട് വർക്കല പോലീസ് സ്റ്റേഷൻ UDF പ്രവർത്തകർ ഇപ്പോൾ ഉപരോധിക്കുകയും ചെയ്യുകയാണ്. അതേസമയം കൊല്ലത്ത് കരുനാഗപ്പള്ളിയിലും ഈ രീതിയിൽ തന്നെ നേരിയ സംഘർഷം ഉണ്ടായിട്ടുണ്ട്. അതേസമയം സംഘർഷങ്ങൾ ഒഴിവാക്കി നിർത്തിയാൽ ബാക്കി എല്ലായിടത്തും സമാധാനപൂർവ്വമായി തന്നെയാണ് കലാശക്കൊട്ട് നടന്നത്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ തെക്കൻ കേരളത്തിലെ 6 മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ വീറും വാശിയും ഉണ്ടായിരുന്നു. 2 മണിക്ക് ആരംഭിച്ച കലാശക്കൊട്ട് 6 മണിക്ക് അവസാനിച്ചു. പരമാവധി പ്രവർത്തകരെ എല്ലായിടത്തും എത്തിച്ചുള്ള ശക്തി പ്രകടനമാണ് 3 മുന്നണികളും തെക്കൻ കേരളത്തിൽ നടത്തിയത്.